ഹായ് കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനാണ് നിൽക്കുന്നത്. അത് ഞാനിപ്പോൾ കിച്ചണിലാണ് നിൽക്കുന്നത്. ഇപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉപ്പുമാവാണ്. അതിന് വേണ്ടി ദാണ്ട ക്യാരറ്റ്, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഉപ്പുമാവിനുള്ളത് വെച്ചിട്ടുണ്ട്. എണ്ണ കൊണ്ട് വെച്ചിട്ടുണ്ട്, വെള്ളം, അതിനുള്ള പാത്രം, പിന്നെ നമ്മൾ കടുകും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം. ഞങ്ങളുടെ അമ്മൂമ്മ കോവിലിൽ നിന്ന് വന്നിട്ടുണ്ട്. ചക്ക ഇവിടെ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചക്കയുണ്ട്. ഇത് പച്ചച്ചക്കയാണോ പഴുത്തയാണോ അമ്മൂമ്മ? പച്ച കൊത്തൻ ചക്കയാണ് കേട്ടോ. ഉപ്പുമാവിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വശക്കി കൊടുക്കും. നമുക്കിവിടെ സ്റ്റാൻഡൊന്നും വെക്കാനുള്ള സൗകര്യം കുറവാണ് കേട്ടോ. ഈ തട്ടിൽ സൗകര്യം കുറവായതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫോൺ എൻ്റെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ് ഇടുന്ന ഉപ്പുമാവിൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. അങ്ങോട്ട് ക്യാരറ്റ് ഇങ്ങനെ കുനുകുനാന്ന് കിടക്കുമ്പം കാണാൻ നല്ല ചന്തമായിരിക്കും. കപ്പലണ്ടി ഇടുന്നത് കുട്ടികൾക്ക് താല്പര്യമില്ല. പല്ലിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അത്രയും പോട് പോയത് കൊണ്ട് റൂട്ട് കനാൽ ചെയ്തതെല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. അപ്പം പല്ലിൻ്റെ ഇടയിൽ കയറും. അതുകൊണ്ട് അതൊന്നും ഇഷ്ടമല്ല. നമുക്ക് ഉള്ളിയും ക്യാരറ്റ് നമുക്ക് അത്യാവശ്യം ഒന്ന് ഇളക്കി കിട്ടിയിട്ടുണ്ട്. വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർക്കാം. ആദ്യം നമ്മൾ ശകലം വെള്ളം മാത്രമേ ചേർക്കാവൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് കറക്റ്റായി കിട്ടത്തില്ല. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പാടി ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ തിളക്കട്ടെ. പിന്നെ ചില ആൾക്കാർ ഇതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. കളറിനൊന്ന് ചേഞ്ച് കിട്ടാൻ വേണ്ടി, മഞ്ഞ ഉപ്പുമാവ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഈ വെള്ളം നമ്മൾ ചേർത്ത് ഉപ്പും ചേർത്തതിനോടൊപ്പം തന്നെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. എൻ്റെ അമ്മൂമ്മയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത മഞ്ഞ ഉപ്പുമാവിനോട് അത്ര ഇഷ്ടമല്ല. പിന്നെ മോനാണെങ്കിൽ ഉപ്പുമാവിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും ഇഷ്ടം, ചേർത്തില്ലെങ്കിലും ഇഷ്ടം. കൂടുതലും ചേർക്കുന്നതിനോടാണ് താല്പര്യം. ഞാനിവിടെ ചേർക്കുന്നില്ല. നല്ലതുപോലെ വെട്ടി തിളച്ചു. ഇതിലേക്ക് നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന കിടാനായിട്ട് വെച്ചിരുന്ന റവ തട്ടിയിട്ട് കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാൻ ആളില്ല, അല്ലെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ടിരുന്നാണ്. പക്ഷേ ഇപ്പോൾ തട്ടിയിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇളക്കി പരിവർത്തൻ പറ്റൂ.
നമ്മളിവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനിയിപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അടച്ച് വെക്കുക. ഫ്ലെയിം ഒന്ന് ലോ ചെയ്യണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. സ്വാദിഷ്ടമായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.